തലസ്ഥാനം പിടിക്കുന്ന പാർട്ടി കേരളം ഭരിക്കും എന്നാണ് ചൊല്ല്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് LDF നടത്തിയത് പടയോട്ടം തന്നെയായിരുന്നു. ആ പടയോട്ടത്തിൽ തലസ്ഥാനത്തെ 14 നിയോജക മണ്ഡലങ്ങളിൽ 13 LDF നേടി. UDFന് കോവളം മാത്രമാണ് ലഭിച്ചത്. LDF ഉജ്ജ്വല വിജയമാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പടയോട്ടം തുടരുമോ? UDF ചെറുത്തു നിൽക്കുമോ? BJP എത്ര സീറ്റ് നേടും? നമുക്കൊന്ന് നോക്കാം. നമുക്ക് കോവളത്ത് നിന്ന് തുടങ്ങാം. കോവളത്ത് 2 തവണയാണ് കോൺഗ്രസിലെ M. വിൻസെന്റ് വിജയിച്ചു കയറിയത്. ആദ്യത്തെ തവണ അദ്ദേഹം തോൽപ്പിച്ചത് ജമീല പ്രകാശത്തിനെ. രണ്ടാമത്തെ തവണ അദ്ദേഹം തോൽപ്പിച്ചത് സാക്ഷാൽ ജമീലയുടെ ഭർത്താവായ മീര ലോകദാസൻ നാടാരെ. രണ്ടാമത്തെ തവണ അദ്ദേഹം മീര ലോകദാസൻ നാടാരെ തോൽപ്പിച്ചത് 11,562 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. നല്ല ഭൂരിപക്ഷത്തിലാണ് വിൻസെന്റ് ജയിച്ചു കയറിയത്. ഇത്തവണ കോവളത്ത് മീര ലോകദാസൻ നാടാർക്ക് പകരം മത്സരിക്കുന്നത് RJDക്ക് വേണ്ടി മത്സരിക്കുന്നത് കോവളം സുരേഷാണ്. കോവളത്തിന് സുപരിചിതനായ കോവളം സുരേഷ്. എന്തായാലും കോവളം സുരേഷ് മത്സര രംഗത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അയാൾ പ്രചരണം തുടങ്ങി കഴിഞ്ഞു. എങ്കിലും UDF തന്നെ ആ സീറ്റ് നിലനിർത്തും. ഇനി വാമനപുരം നിയോജക മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം അവിടെ ജയിച്ചതെല്ലാം CPM സ്ഥാനാർത്ഥികൾ. രാജീവ് ഗാന്ധി തരംഗത്തിൽ CPMന്റെ കോട്ടകുത്തളങ്ങൾ തകർന്നു വീണപ്പോഴും വാമനപുരം CPMനോടൊപ്പം നിന്നു. 2021 വാമനപുരത്ത് വിജയിച്ചു കയറിയത് DK മുരളി. അദ്ദേഹം 10,242 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആനാട് ജയനെ തോൽപ്പിച്ചു. 2 തവണയാണ് DK മുരളി MLA ആയത്. ഇനി വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ DK മുരളി മത്സരിക്കില്ല. DK മുരളിക്ക് മത്സരിക്കാൻ ചാൻസ് ലഭിക്കില്ല. പകരം അഡ്വക്കേറ്റ് T. ഗീന കുമാരി വാമനപുരത്ത് എത്തും എന്നാണ് റിപ്പോർട്ട്. SFIയിലൂടെ കടന്നു വന്ന ഗീന കുമാരി സഹന സമരരംഗത്ത് സജീവമായിരുന്നു. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കൂടിയാണ് അഡ്വക്കേറ്റ് T. ഗീന കുമാരി. ഇനി പാറശാലയാണ്. CK ഹരീന്ദ്രന്റെ പാറശാല. ഈ വാമനപുരം മണ്ഡലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. T. ഗീന കുമാരി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ DK മുരളിയെക്കാളും ഭൂരിപക്ഷത്തിൽ വാമനപുരത്ത് LDF വിജയിക്കും. ഇനി പാറശാലയാണ്. CK ഹരീന്ദ്രന്റെ പാറശാല. CK ഹരീന്ദ്രൻ കഴിഞ്ഞ തവണ വിജയിച്ചത് 25,828 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇത്തവണയും പാറശാല LDFനോടൊപ്പം തന്നെ നിൽക്കും. ഇനി അരുവിക്കരയാണ്. കഴിഞ്ഞ തവണ G. സ്റ്റീഫൻ CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന G. സ്റ്റീഫൻ ശബരിനാഥിനെ അട്ടിമറിച്ച അരുവിക്കര. 5,046 വോട്ടിനാണ് G. സ്റ്റീഫൻ ശബരിനാഥിനെ അട്ടിമറിച്ചത്. G. സ്റ്റീഫൻ ഇപ്പോൾ മണ്ഡലത്തിൽ ജനകീയനാണ്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും G. സ്റ്റീഫനുണ്ട്. ശബരിനാഥിന് പകരം എത്ര കരുത്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാലും സ്റ്റീഫൻ സുരക്ഷിതനാണ്. നാടാർ സമുദായത്തിന്റെ വോട്ട്, നാടാർ ഹിന്ദു സമുദായത്തിന്റെ വോട്ട്, നാടാർ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട്, ഇതൊക്കെ ഏകോപിപ്പിക്കാനും പാർട്ടി വോട്ടുകൾ കൃത്യമായി തന്നിലേക്ക് എത്തിക്കാനും G. സ്റ്റീഫന് കഴിയുന്നുണ്ട്. അവിടെ LDF തന്നെ നേടും. ഇനി നിയമമാണ്. V. ശിവൻകുട്ടി കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചത് 3,949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇത്തവണ നിയമത്തെ മത്സരിക്കുന്നത് മറ്റാരുമല്ല, രാജീവ് ചന്ദ്രശേഖറാണ്. അനാരോഗ്യം കാരണം V. ശിവൻകുട്ടി മത്സര രംഗത്ത് നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. നിയമം BJPക്ക് ലഭിക്കുന്ന മണ്ഡലമാണ്. നിയമത്ത് BJP ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി നെയ്യാറ്റിൻകര. K. ആൻസലന്റെ നെയ്യാറ്റിൻകര. K. ആൻസലൻ കഴിഞ്ഞ തവണ R. ശെൽവരാജിനെ തോൽപ്പിച്ചത്, CPMൽ നിന്നും കോൺഗ്രസിലെത്തിയ R. ശെൽവരാജിനെ തോൽപ്പിച്ചത് 14,262 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇത്തവണയും ആൻസലൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. അവിടെ അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ചിറയൻകീഴാണ്. ചിറയൻകീഴ് അഡ്വക്കേറ്റ് V. ശശി. അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചത് 14,017 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ.
ശശി തുടർച്ചയായി ചിറയൻകീഴിൽ നിന്ന് വിജയിക്കുന്നു. പ്രായാധിക്യം കാരണം അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറുകയാണ്. അദ്ദേഹത്തിന് പകരം ചിറയൻകീഴി CPI നേതാവായ, CPI സീറ്റാണ്, CPI നേതാവായ മനോജ് ജി ഇടമന എത്തും. മനോജ് ജി ഇടമനയായിരിക്കും. അതും LDF കുത്തകയാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഒരു മാറ്റവും നടക്കാൻ പോകുന്നില്ല. ഇനി നെടുമങ്ങാടാണ്. നെടുമങ്ങാട് അഡ്വക്കേറ്റ് GR അനിൽ, മന്ത്രി കൂടിയായ അഡ്വക്കേറ്റ് GR അനിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് 23,309 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. PS പ്രശാന്തിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. GR അനിൽ തന്നെ CPIക്ക് വേണ്ടി, അത് CPIയുടെ മണ്ഡലമാണ്, GR അനിൽ തന്നെ CPIക്ക് വേണ്ടി ഇനിയും മത്സരിക്കും. GR അനിലിന് സാധ്യത വളരെ കൂടുതലാണ്. അത് LDF നിലനിർത്തും. ഇനി വർക്കല, CPM ജില്ലാ സെക്രട്ടറി V ജോയിയുടെ വർക്കല. ജോയി ആദ്യത്തെ തവണ തോൽപ്പിച്ചത് വർക്കല കഹാറിനെ, രണ്ടാം തവണ തോൽപ്പിച്ചത് അഡ്വക്കേറ്റ് DRM ഷഫീറിനെ 17,821 വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് ജോയി തോൽപ്പിച്ചത്. ഇനിയും ജോയി തന്നെയാണ് വർക്കല സ്ഥാനാർത്ഥി. അവിടെ LDF നിലനിർത്തും. ഇനി ആറ്റിങ്ങലിൽ OS അംബിക, CPMന്റെ കുത്തക മണ്ഡലമാണ് ആറ്റിങ്ങൽ സംവരണ മണ്ഡലമാണ്. അവിടെ OS അംബിക വിജയിച്ചത് കഴിഞ്ഞ തവണ 31,636 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇനിയും OS അംബിക തന്നെ സ്ഥാനാർത്ഥിയാകും. CPM അവിടെ വിജയിക്കും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരുപാട് നേട്ടമുണ്ടാക്കിയ, വലിയ പുതുപ്പ് നടത്തിയ ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. അവിടെ UDF വേണ്ടി മത്സരിക്കുന്നത് ഘടകകക്ഷിയായ RSP ആണ്. എന്തായാലും ആറ്റിങ്ങലും CPMന്റെ കൂടെ തന്നെ നിൽക്കും. ഇവിടെ ഒരു പക്ഷേ BJP രണ്ടാം സ്ഥാനത്ത് വരാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇനി തിരുവനന്തപുരം സെൻട്രലാണ്. കഴിഞ്ഞ തവണ ആന്റണി രാജു അട്ടിമറി വിജയമാണ് തിരുവനന്തപുരം സെൻട്രലിൽ നേടിയത്. ആന്റണി രാജു VS ശിവകുമാറിനെ തോൽപ്പിച്ചത് 7,089 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇത്തവണ CP ജോൺ, CMPയുടെ പരമോന്നത നേതാവായ CP ജോൺ ആണ് ഇവിടെ മത്സരിക്കുന്നത്. CP ജോൺ മത്സരിച്ചു കഴിഞ്ഞാൽ UDFന് ഈ സീറ്റ് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. UDF ഒരു പക്ഷേ തിരിച്ചു പിടിച്ചേക്കാം തിരുവനന്തപുരം സെൻട്രൽ. ഇനി കാട്ടാക്കടയാണ്. IB സതീഷിന്റെ കാട്ടാക്കട. IB സതീഷ് കഴിഞ്ഞ തവണ വിജയിച്ചത് 23,231 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഒരു കാര്യം ശ്രദ്ധിക്കണം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മൃഗീയമായ മുന്നേറ്റം നടത്തിയ, അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടിയ മണ്ഡലം കൂടിയാണ് കാട്ടാക്കട. PK കൃഷ്ണദാസാണ് BJPക്ക് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP രണ്ടാമത് വരാം. ആ മണ്ഡലം LDF നിലനിർത്തും. ഇനി ഈ കാട്ടാക്കട BJPയുടെ A ക്ലാസ് മണ്ഡലം കൂടിയാണ്. BJPയുടെ മറ്റൊരു A ക്ലാസ് മണ്ഡലമാണ് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനെ തോൽപ്പിച്ചത് 23,497 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇത്തവണയും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത് V മുരളീധരനാണ്. കടകംപള്ളിയും V മുരളീധരനും ഒരിക്കൽ കൂടി നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. അതിനു മുമ്പ് കടകംപള്ളി V മുരളീധരനും ഏറ്റുമുട്ടിയിരുന്നു 2016 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വീണ്ടും V മുരളീധരൻ കടകംപള്ളിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ എത്തുകയാണ്. എന്തായാലും BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ കടകംപള്ളി തന്നെ ജയിച്ചു കയറും. അതും LDF സ്വന്തമാക്കും. ഇനി വട്ടിയൂർക്കാവാണ് UDF പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം. വട്ടിയൂർക്കാവ് UDFന് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് K മുരളീധരനാണ്. VK പ്രശാന്താണ് അവിടെ LDFന്റെ സിറ്റിംഗ് MLA. കഴിഞ്ഞ തവണ BJPയിലെ BV രാജേഷ് രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു വട്ടിയൂർക്കാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് മൃഗീയ ഭൂരിപക്ഷം നൽകിയ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ കുതിപ്പാണ് വട്ടിയൂർക്കാവിൽ നടത്തിയത്. VK പ്രശാന്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത് 21,515 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പക്ഷെ K മുരളീധരൻ വന്നാൽ മത്സരത്തിന്റെ പാറ്റേൺ മാറും, മത്സരത്തിന്റെ രീതി മാറും, മത്സരത്തിന്റെ ഗതി മാറും. അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവ് UDF K മുരളീധരനിലൂടെ തിരിച്ചു പിടിക്കും. ഇങ്ങനെ വരുമ്പോൾ 14 നിയോജക മണ്ഡലങ്ങൾ. ആ 14 നിയോജക മണ്ഡലങ്ങളിൽ 10 LDF, 3 UDF, 1 BJP. UDF നേടുന്ന മണ്ഡലങ്ങൾ നമുക്കൊന്നുകൂടി പരിശോധിക്കാം. 1 കോവളം,
2 തിരുവനന്തപുരം സെൻട്രൽ, 3 തിരുവനന്തപുരം സെൻട്രൽ, 3 വട്ടിയൂർക്കാവ്. വി കെ പ്രശാന്ത് സിറ്റിംഗ് MLA ആയ വട്ടിയൂർക്കാവ്. ഈ 3 മണ്ഡലം UDF നേടും. LDF നേടുന്ന മണ്ഡലങ്ങൾ വാമനപുരം, പാറശാല, അരുവിക്കര, നേമം, നെയ്യാറ്റിൻകര, ചിറയൻകീഴ്, നെടുമങ്ങാട്, വർക്കല, ആറ്റിങ്ങൽ, കാട്ടാക്കട, കഴക്കൂട്ടം. ഇത്രയും 10 മണ്ഡലങ്ങൾ UDF നേടും. ഇനി BJP നേമത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കും. അവരുടെ പൂട്ടിപ്പോയ അക്കൗണ്ട് അവർ വീണ്ടും തുറക്കും. ഇനി മാസങ്ങളേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന്. ഇനി വരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ഇനി വരുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഇത് പൊളിറ്റിക്സ് കേരളയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സർവേ ആണ്. കൃത്യമായ ലേറ്റസ്റ്റ് സർവേകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അടുത്ത ജില്ലയുമായി നാളെ കാണാം.